കാശ്മീർ വാലിയിൽ പൂജ്യമാവുന്നു ബി ജെ പി. കാശ്മീർ വാലിയിൽ പൂജ്യമാവുന്നു ബി ജെ പി. പൂജ്യമാവുന്നു, സംപൂജ്യമാവുന്നു. കേരളത്തിൽ എങ്ങനെയാണോ അക്കൗണ്ട് തുറക്കാൻ പോയത് അതേപോലെ കാശ്മീർ വാലിയിലും അക്കൗണ്ട് തുറക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ 22 എന്ന ഡിജിറ്റിലേക്ക് മാറുന്നു ബി ജെ പി. ബി ജെ പി 21ലേക്ക് വീണ്ടും ചുരുങ്ങുന്നു ബി ജെ പി. അതേസമയം ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അടിച്ചു കയറി വാ മോനെ എന്ന് പറയുന്നത് പോലെ അടിച്ചു കയറി വരുന്ന കാഴ്ച. ഹരിയാനയിൽ 65 സീറ്റുകളിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ ലീഡ് നിലനിർത്തുന്നു. 19 സീറ്റുകളിലേക്ക് ബി ജെ പി ചുരുങ്ങുന്നു. ഇനിയും കോൺഗ്രസിന്റെ ലീഡ് നില ഉയർന്നാൽ ബി ജെ പിക്ക് നേരത്തെ പറഞ്ഞതുപോലെ 18 സീറ്റില്ലെങ്കിൽ അവിടെ പ്രതിപക്ഷ നേതാവിനെ കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടാവും. ഹരിയാനയിൽ ഏകപക്ഷീയമായ വിജയമാണ്. നോക്കൂ, ഇതേപോലെ കാലുവാരി നിലത്തടിക്കുന്ന ഒരു അനുഭവം തൊട്ടടുത്തെങ്ങും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല. തെക്കേ സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പി കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ ഇതാ വടക്ക് പൂർണ്ണമായും കൈവിടുന്നു. ഭേദഗതി വരുത്തിക്കൊണ്ട് അവിടേക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഉള്ളവർക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് നടത്തിയ പരിഷ്കാരങ്ങൾ തിരിച്ചടിയായിരിക്കുന്നു. അവിടെ പിന്നെ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയതിന് തിരിച്ചടി കിട്ടുന്നു. അതിനുശേഷം അവിടെ വലിയ രീതിയിൽ അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഒരുപാട് സൈനികർ കൊല്ലപ്പെടുന്നു. ഇതെല്ലാം പ്രതിഫലിച്ചിരിക്കുന്നു. പുൽവാമയിലെ രക്തസാക്ഷിത്വത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണെന്നത് കൂടി പ്രേക്ഷകർ ഓർമ്മിക്കണം. പുൽവാമയ്ക്ക് ശേഷം നടക്കുന്ന നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് എന്നത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടാവാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ 2022 ജമ്മു കാശ്മീരിൽ ഒരു ഡീലിമിറ്റേഷൻ നടക്കുന്നുണ്ട്. മണ്ഡല പുനർനിർണ്ണയം നടക്കുന്നുണ്ട്. അവിടെ അന്ന് ജമ്മുവിൽ 37 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് 43 സീറ്റായിട്ട് ബി ജെ പി ഉയർത്തി. അതായത് ജമ്മുവിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മണ്ഡല പുനർനിർണ്ണയം നടത്തി ജമ്മുവിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ആകെ അവിടെ 44% ജനസംഖ്യ ഉണ്ടെങ്കിൽ സീറ്റുകളുടെ 48% പോയിരിക്കുന്ന എവിടേക്കാണെന്നറിയോ? ജമ്മു കാശ്മീരിലേക്കാണ്. ആ പണി മുഴുവൻ എടുത്തു ബി ജെ പി. അവിടെ 43 സീറ്റുകളായിട്ട് ജമ്മു റീജിയനിലെ സീറ്റുകൾ വർദ്ധിപ്പിച്ചപ്പോൾ എത്ര സീറ്റ് കൂടി അവിടെ എന്നറിയാം? 6 സീറ്റുകൾ കൂടി. അപ്പൊ അങ്ങനെ ഡീലിമിറ്റേഷനിലൂടെ 6 സീറ്റുകൾ കൂട്ടി ജമ്മുവിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രവും പാളി. അവിടെ ഇപ്പൊ 23 സീറ്റുകളെ ഉള്ളൂ എന്നുള്ള സ്ഥിതിയായി. 87 സീറ്റ് ഉള്ളപ്പോൾ നേടി 25 സീറ്റ് അതായിരുന്നു ബി ജെ പിക്ക് 2014 ഉണ്ടായിരുന്നത്. 90 സീറ്റ് ആയപ്പോൾ 23ലേക്ക് കുറയും. അത് മാത്രമല്ല, തങ്ങൾക്ക് ശക്തിയുള്ള ഡീലിമിറ്റേഷനിലൂടെ തങ്ങൾക്ക് ശക്തിയുള്ള ജമ്മുവിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കി. അങ്ങനെ കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കിയിട്ടും ജമ്മുവിൽ പ്രയോജനം ചെയ്തില്ല. ആ അർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ആർട്ടിക്കിൾ റിപ്പീല് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും ഏകപക്ഷീയമായി പിന്തുണ നൽകിയിരിക്കുന്നു. ഇനി സ്റ്റേറ്റ് ഫുഡ് തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുക്കേണ്ടി വരും. നോക്കൂ, ഹരിയാനയിൽ കോൺഗ്രസ് എക്കാലവും നേടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 67 സീറ്റാണ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതാപകാലത്ത് ആ പ്രതാപകാലത്ത് നേടിയതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വിജയമാണ് കോൺഗ്രസ് CPM സഖ്യം ഇപ്പോൾ ഹരിയാനയിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. ഓം പ്രകാശ് ഭിവാനി മണ്ഡലത്തിൽ നിന്ന് ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് CPM-ന് വേണ്ടി. അതേസമയം CPM-ന്റെ അടുത്ത കാൻഡിഡേറ്റ് ജമ്മു കാശ്മീരിൽ മുഹമ്മദ് തരിഗാമിയും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇരുവരും മുന്നിലാണ് എന്നതാണ് CPM പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും കൗതുകകരമായ കാഴ്ച. 53 സീറ്റാണ് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നത്. 53 സീറ്റ് എന്ന് പറയുമ്പോൾ സർക്കാർ ഉണ്ടാക്കിയെന്ന് ഉറപ്പിച്ചോളൂ. ഇനി അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. 54 വർദ്ധിച്ചിട്ടുണ്ട്. 54 സീറ്റുകളിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. ആകെയുള്ള 90 സീറ്റുകളിൽ 54 സീറ്റുകളിലാണ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 21 സീറ്റുകളിലേക്ക് ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറയുന്നു. 21 സീറ്റുകളിലേക്ക് ലീഡ് നില കുറയുന്നു ബി ജെ പിയുടെ. ആ അർത്ഥത്തിൽ ബി ജെ പി താഴത്തേക്ക് പോയിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്നുള്ള ഇന്ത്യ സഖ്യം വൻ മുന്നേറ്റം. PDP-യും ലീഡ് കുറയ്ക്കുകയാണ്. നോക്കൂ, BJP